നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു. നിങ്ങളുടെ നാളെ 1200 ഇടവമാസം 14 തീയതി 2025 മെയ് 28 ബുധവാരം. നാളെ ബുധനാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:05 അസ്തമയം വൈകിട്ട് 6:39 നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. ബുധനാഴ്ച 12 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം. നാളത്തെ നക്ഷത്രം മകേര്യം നക്ഷത്രമാകുന്നു. എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു മകേര്യം. മകേര്യത്തിൻ്റെ ആദ്യത്തെ പകുതി 30 നാഴിക ഇടവക്കൂറും അവസാനത്തെ 30 നാഴിക മിഥുനക്കൂറുമാകുന്നു. ഇവിടെ ഇടവൻ രാശിക്കാർക്കിന്ന് വളരെയധികം ഗുണപരമായ ഒരു സമയമാകുന്നു. കാരണം ഇടവൻ രാശിക്കാർക്ക് വ്യാഴം വളരെ ശക്തമായി 2-ാം ഭാവത്തിൽ വന്നു. 11-ാം ഭാവത്തിൽ ശനി വന്നു, കണ്ടക ശനി കഴിഞ്ഞു. 10-ാം ഭാവത്തിൽ രാഹു ഉണ്ട്. അതിനാൽ പലപ്പോഴും യാത്രാ സൗഭാഗ്യങ്ങളും പല നല്ല കാര്യങ്ങളുമൊക്കെ ഇടവൻ രാശി മകേര്യം നക്ഷത്രക്കാർക്ക് നടക്കുന്ന സമയമാകുന്നു. നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയാകുന്നു. ചന്ദ്രൻ അമാവാസി കഴിഞ്ഞ് വെളുത്തപക്ഷം 5-ാം തിഥി വരെ ദുർബലമാണ്. എങ്കിലും വെളുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ്. നാളെ ശുഭദിനമാണ്, ശുഭനക്ഷത്രമാണ്, കുഴപ്പമില്ലാത്തൊരു തിഥിയാണ്. പക്ഷേ ബുധനാഴ്ച നാൽക്കാലികളും സ്ത്രീകളും ഗർഭിണികളും സഞ്ചരിക്കുന്ന ദിനമല്ല. മറ്റെല്ലാ കാര്യങ്ങൾക്കും നാളെ ഈ ബുധൻ നിങ്ങളെ സഹായിക്കും. ബുധനാഴ്ച ബുധൻ്റെ സഹായം അറിയപ്പെട്ട പ്രേക്ഷകർക്ക് ലഭിക്കും. യഥാർത്ഥത്തിൽ ബുധൻ വ്യാപാരം, വണിക്, കച്ചവടം, മധ്യസ്ഥത ഇതൊക്കെ വഹിക്കുന്ന നല്ല ഒരു ദിനമാകുന്നു ബുധൻ്റെ ദിനം. നക്ഷത്രം ചൊവ്വയാണ്. നാളെ ഇൻഡസ്ട്രിയലുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളായാലും ഭൂമിപരമായ വിഷയങ്ങളായാലും ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെടുന്ന കുറ്റിയിടൽ മുതലായ കർമ്മമായാലും നാളത്തെ നക്ഷത്രം വളരെ ശോഭനമായി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വീകരിക്കാവുന്നതാണ്. ചൊവ്വ ഇപ്പോൾ നീചരാശിയിലാണ് നിൽക്കുന്നത്. അതിനാൽ നാളെ ഈ മകേര്യം നക്ഷത്രത്തിൽ നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ചൊവ്വയാകുന്നു. ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംബായസം വഴിപാട് ചെയ്യുന്നത് വളരെ ഉത്തമമാകുന്നു. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്കുള്ള സമയങ്ങളും ഞാൻ നൽകാം. നാളെ കാലത്ത് 6:30 മുതൽ 8 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ആളുകളെ ക്ഷണിക്കുവാനോ മീറ്റ് ചെയ്യുവാനോ സംഭാഷണം നടത്തുവാനോ വളരെ അനുകൂലമായ സമയമാണ്. അപ്രകാരം 1:45 മുതൽ 3 മണി വരെയുള്ള സമയം ഉച്ചയ്ക്ക് അതും വളരെ അനുകൂലമായ സമയമാകുന്നു. ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് നല്ല കാലഹോരയാണ്. അപ്രകാരം നല്ല രാശിയുമാണ്. ഞാൻ ഓരോ മുഹൂർത്തം നൽകുമ്പോഴും വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതി പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. നല്ല ക്ഷേത്രങ്ങളിലായി വ്യാഴം നിൽക്കുക അത് നിർബന്ധമാണ്. അപ്രകാരം തന്നെ നല്ല കാലഹോരയും നിങ്ങൾക്ക് ഞാൻ നൽകുന്നുണ്ട്. പ്രാർത്ഥന ഞാൻ സൂചിപ്പിച്ചു. നാളെ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് രക്തപുഷ്പാഞ്ജലി കടുംബായസം അല്ലെങ്കിൽ ശത്രുസംഹാര പുഷ്പാഞ്ജലി ചെയ്യാം. നിങ്ങളുടെ ദോഷങ്ങൾ മാറാൻ കർമ്മതടസ്സമുണ്ടെങ്കിൽ കർമ്മമുട്ടി ചെയ്യാം. ശത്രു വിഷയമാണെങ്കിൽ ശത്രുമുട്ടി ചെയ്യാം. പഠന വിഷയമാണെങ്കിൽ വിദ്യാമുട്ടി ചെയ്യാം. ദാമ്പത്യത്തിൽ ക്ലേശങ്ങളുണ്ടെങ്കിൽ ദാമ്പത്യമുട്ടി ചെയ്യാം. ഭദ്രകാളി ക്ഷേത്രത്തിൽ ഐക്യമത്യ അർച്ചനയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ല ഒരു നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.